ഒരു മരത്തെ മുഴുവനും ഒരു വിത്തിനകത്ത് ഒതുക്കി നിർത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഒരു വാക്ക് ഒരു സാമുവേലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു വാക്കിന് ഒരു മനുഷ്യനെ മാത്രമല്ല, ഒരു രാജ്യത്തെ മാത്രമല്ല, ഒരു ദേശത്തെ മാത്രമല്ല, സകലത്തെയും മാറ്റിമറിക്കുവാൻ ശക്തിയുണ്ട്, കഴിവുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ ജനനത്തിനും 3400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് സംസാരിച്ച ഒരു ഭാഗമാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്, ഒരു മകൻ ലഭിച്ചിരിക്കുകയാണ്, ആധിപത്യം അവൻ്റെ തോളിൽ, അധികാരം മുഴുവനും അവൻ്റെ കീഴിലായിരിക്കും. അവൻ അത്ഭുത മന്ത്രി, അവനോളം പ്രധാനപ്പെട്ട ഒരു മന്ത്രി ലോകത്തിൽ വന്നിട്ടില്ല. മനുഷ്യന് നന്മ ചെയ്യുവാൻ, അനുഗ്രഹം ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിട്ട് അവൻ അവതരിച്ചിരിക്കുന്നു എന്നുള്ളത്. അവൻ വീരനാം ദൈവം, അവൻ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അവനൊരു ദൈവവും തന്നെ ആയിരിക്കുന്നു. അവൻ നിത്യ പിതാവ് എന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും മാറിപ്പോകാത്ത പിതാവ്. ഇവിടുത്തെ പിതാക്കന്മാരെയൊക്കെ നോക്കുന്ന സമയത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു, അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പക്ഷേ നമ്മുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറാത്ത പിതാവായി അവസാനം വരെ നമ്മുടെ കൂടെ ഇരിക്കപ്പെടും. അവൻ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സമാധാനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സമാധാനമാണ് ഇന്ന് ഏറ്റവും അധികം പ്രശ്നം. രാജ്യങ്ങൾക്ക് സമാധാനമില്ല, ജാതികൾക്ക് സമാധാനമില്ല, രാഷ്ട്രീയ സംഘടനകൾക്ക് സമാധാനമില്ല, ദേശങ്ങൾക്ക് സമാധാനമില്ല, കുടുംബങ്ങൾക്ക് സമാധാനമില്ല, വ്യക്തികൾക്ക് സ്വസ്ഥതയും സമാധാനവുമില്ല. ആരെയും ഒരിടത്തും വിശ്വസിക്കുവാൻ കഴിയപ്പെടാത്ത ലോകത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ മറ്റൊരു പേരാണ് അവൻ സമാധാനത്തിൻ്റെ പ്രഭു. സന്തോഷമുള്ളവരെന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി അറിയിക്കുക. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നമ്മൾ വിചാരിച്ചാൽ സമാധാനം ലഭിക്കത്തില്ല. ആ കർത്താവിന് മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുവാനായി കഴിയപ്പെടത്തേയുള്ളൂ. വേദപുസ്തകത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഇത്രത്തോളം പ്രത്യേകത കൊടുക്കാനൊരു കാരണമുണ്ട്. ആമേൻ. അവൻ്റെ ജനനത്തെക്കുറിച്ച് കാലങ്ങൾക്ക് മുൻപേ പ്രഖ്യാപിച്ചു, കാലങ്ങൾക്ക് മുൻപേ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചായിരിക്കുന്നു. കർത്താവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത ഇത്രത്തോളം ലോകരാജ്യം മുഴുവനും ഒരുമിച്ച് അത് ചിന്തിക്കാനും ധ്യാനിക്കുവാനും ഒക്കെ കാരണമുണ്ട്. ഞാൻ പറഞ്ഞു, സാധാരണ ഒരു ജനനമല്ല ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ജനനം എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം: വചനം ജഡമായി തീർന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, വചനം ജഡമായി തീർന്നു. ഒരിക്കൽ കൂടി, വചനം ശരീരമായി തീർന്നു, വചനം വ്യക്തിയായി തീർന്നു. അതിനെയാണ് വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവൻ്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് കണ്ടു. ഞാനിത് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത വചനം 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 ശരീരമായി തീർന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത്. 2 കരങ്ങളെ അടിച്ചു പറ: ദൈവവചനം മനുഷ്യനായി തീർന്നു, ദൈവവചനം മനുഷ്യനായി തീർന്നു, ദൈവവചനം മനുഷ്യനായി തീർന്നതാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ്, ക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പല ചർച്ചക്കാരും പല ദൈവദാസന്മാരും പല രീതിയിൽ പറഞ്ഞാലും തീരത്തില്ല. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തുണ്ടെങ്കിൽ ഇതിവിടെ പറയാം:
വചനം എന്ന് പറയുമ്പോൾ ആദിയിൽ വചനമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനമായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനമാകുന്ന ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ആമീൻ. ലോകരാജ്യത്തെ മുഴുവനുമായി സൃഷ്ടിക്കുവാൻ കഴിയപ്പെടുന്ന എൻ്റെ കർത്താവ് ശരീരത്തിൽ അവതരിച്ച് കടന്നു വന്നതാണ് ക്രിസ്തുമസ്. കരങ്ങളെ ചേർത്തടിച്ചു പറ, കർത്താവ് ഭൂമിയിലേക്ക് വന്നതിനായി സ്തോത്രം, മനുഷ്യനായിട്ട് അവതരിച്ചതിനായി സ്തോത്രം, മനുഷ്യന്റെ ഇടയിൽ പാർത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്ര, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്ര, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് കണ്ടതിനായിട്ട് സ്തോത്രം. ആ ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തേജസ് നമുക്ക് കാണാനും മനസ്സിലാക്കുവാനുമായി കഴിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ജനനത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു വചനം സമം ഒരു വിത്ത. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വചനം അത് കയ്യും കാലും വചനത്തിന് രൂപപ്പെട്ടു വന്നു, മൂക്കും നാക്കും വചനത്തിന് രൂപപ്പെട്ടു വന്നു. അതെ, അങ്ങനെ ഒരു സുപ്രഭാതമുണ്ടായി. അതിനെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞു. ക്രിസ്തുവായി ദൈവവചനം, ലോകരക്ഷിതാവ് ദൈവം അവതരിച്ചതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വചനം ചെറിയ കാര്യമല്ല. ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വൈഭവ്യത്തെക്കുറിച്ച്, സൃഷ്ടിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ജസ്റ്റ് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു വിത്തിൽ നിന്ന് ഒരു മരമുണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ തിരിച്ചു പറയട്ടെ, ഒരു മരത്തെ മുഴുവനും ഒരു വിത്തിനകത്ത് ഒതുക്കി നിർത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. മനസ്സിലായവർ എൻ്റെ കരങ്ങളടിച്ചു പറ. ഈ ഒറ്റ വിത്ത് കൊണ്ട് ഒരു വനത്തെ ഉണ്ടാക്കാൻ കഴിയും. ഒരു വനത്തെ മുഴുവനും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ ആവർത്തിക്കുന്നു, ഒരു വലിയ വനം, ഏക്കർ കണക്കിനുള്ളൊരു വനത്തെ ഒരു വിത്തിനകത്ത് ഒതുക്കി വയ്ക്കുവാൻ കഴിവുള്ളവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അഥവാ ദൈവത്തിൻ്റെതായിട്ടുള്ള സൃഷ്ടിയുടേതായിട്ടുള്ള വൈഭവ്യം എന്നുള്ളത് ഒരൊറ്റ വാക്കുകൊണ്ട് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ദൈവം നിർമ്മിച്ചു. ഉണ്ടാകട്ടെ. അപ്പോൾ ആ ഒരു വാക്കിനകത്ത് ഈ ഭൂമണ്ഡലം മുഴുവനും ഒതുങ്ങിയിരുന്നു. ഒരിക്കൽ കൂടി, ചില സമയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ഒരഭിഷിക്തൻ ആത്മാവിൽ പറയുന്ന ഒരു വാക്ക് ഒരു വലിയ അത്ഭുതത്തിൻ്റെ തുടക്കമാണ്. സ്തോത്രം, സ്തോത്രം. സ്വന്തത്തിൽ നിന്ന് പറയുന്നതല്ല, നിയോഗത്താൽ പറയുന്ന ചില സമയങ്ങളുണ്ട്. നിയോഗത്താൽ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്, ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായി. അപ്പോൾ ആ ഒരൊറ്റ വിത്തിനകത്ത്, ഒരൊറ്റ വാക്കിനകത്ത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒതുക്കി വയ്ക്കാൻ കഴിവുള്ളവനാണെങ്കിൽ, തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉറക്കത്തിൽ, നിങ്ങൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം, നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു മനുഷ്യരെ മുഴുവനും മാറ്റിമറിക്കുന്ന വാക്കാണ്. 24 മണിക്കൂറും FM മറ്റ് റേഡിയോയും ഒക്കെ കേട്ടോണ്ടിരിക്കുന്നത് പോലെ കേട്ടോണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കരുത്. ദൈവത്തിൽ നിന്ന് നമുക്കൊരു വാക്ക്, ഒരു ശബ്ദം, എത്രയോ പേർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു അശരീരി എനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു, ഒരു ശബ്ദം എനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ശമൂവേലിനെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ ശമൂവേലിന് ആദ്യമായിട്ടുണ്ട് ഒന്ന് അമ്മ തീരുമാനമെടുത്തു, എൻ്റെ കുഞ്ഞിനെ ശൗരക്കത്തി തൊടുന്നതിന് മുൻപ് ഞാൻ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം. സ്വന്തം പലരും പറഞ്ഞു കാണും, ഈ നല്ല കൊച്ചനെ കൊണ്ടുവന്ന് നീ പള്ളിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് എണീറ്റിക്കാൻ വയ്യാത്ത ഉപദേശിയെ പോലെ ഇങ്ങനെയൊക്കെ നടക്കും. അതിനേക്കാളും അവനെ നല്ലൊരു സ്കൂളിൽ വിട്ട് നന്നായിട്ട് പഠിപ്പിച്ച് അവനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട് അവന് MBBS എടുത്ത് എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരാകുമെന്നറിയാവോ? അപ്പോൾ അമ്മ പറഞ്ഞു കാണും, അപ്പനും പറഞ്ഞു കാണും, ഇല്ല, ഞങ്ങൾക്ക് അവൻ വലിയവനാകണമെന്നില്ല, അവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. ദൈവത്തോട് ഞങ്ങളെടുത്ത ഉടമ്പടി ഞങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടണം. അവൻ ദൈവത്തിൻ്റെ മകനായി വളരട്ടെ, അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവനെ കൊണ്ട് മാതാപിതാക്കളുടെ സപ്പോർട്ട്,
മാതാപിതാക്കളുടെ സപ്പോർട്ട് ആദ്യം ആ വീട്ടിലുണ്ടായി. ഒരുപക്ഷെ ആ മാതാപിതാക്കൾ ലോകം പറയുന്നത് കേട്ട് ഒരല്പം ബാക്കിലേക്ക് വലിഞ്ഞിരുന്നു എങ്കിൽ ഈ കുഞ്ഞ് ഒരിക്കലും ഒരു പ്രവാചകനായിട്ട് വരത്തില്ലായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ വിട്ടുകൊടുത്തില്ല. എൻ്റെ കുട്ടിയെ ഞങ്ങൾ ദൈവത്തോടൊരു ഉടമ്പടി എടുത്തോ അതനുസരിച്ച് തന്നെ വളർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ ആരോടുള്ള ദൂതായിട്ടൊന്ന് പറഞ്ഞുകൊള്ളപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞിനെ തെരഞ്ഞെടുത്തു എങ്കിൽ നിന്റെ സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്ക് വേണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണം. സ്തോത്രം. അപ്പം നിങ്ങൾ പറയും അത് കയ്യിൽ നിൽക്കത്തില്ല. ശരിയാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം. അവനെ ബോധവൽക്കരിക്കുമ്പോൾ അവൻ പല സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പല സംശയങ്ങൾ ചോദിക്കുമ്പോഴും ഇന്നതാവേണ്ടുന്ന ആളാണ്, നീ ദൈവത്തിൻ്റെ സേവകനാണ്, നീ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാകേണ്ടവനാണ്, നീ ദൈവവചനം പ്രസംഗിക്കേണ്ടവനാണ്, നീ ദൈവത്തിൻ്റെ മകനാകേണ്ടവനാണ്, മകളാകേണ്ട ഇത് അവരുടെ ഉള്ളിനകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. പക്ഷെങ്കിലും അവർ മുതിർന്നു വരുമ്പോൾ ഏത് റൂട്ടിൽ പോകുന്നു ആർക്കും പറയാം. അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ മറ്റൊരു ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് കർത്താവ് വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് പലർക്കും പ്രാരംഭത്തിൽ അവർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിലും പിന്നത്തേതിൽ പലർക്കും ഭവനങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ദൈവം തൻ്റെ വചനത്തിനനുസരിച്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, ദൈവം എന്നെ വിളിക്കുന്നു എന്ന് തോന്നി വിളിച്ച സമയത്തിൽ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, മനുഷ്യനോട് ആരോടും ആലോചിച്ചില്ല. സാമുവേലിന് ഭവനത്തിൽ നിന്ന് ആദ്യം ഒരു സപ്പോർട്ട് കിട്ടി. അങ്ങനെ ആ ചെറുപ്രായത്തിൽ തന്നെ ആലയത്തിൽ കൊണ്ടുവച്ച സമയത്തിലേക്ക് അവനൊരു ശബ്ദം കേട്ടു, സാമുവേൽ സാമുവേൽ. എല്ലാവരും ശാന്തമായി കിടന്നുറങ്ങിയ സമയത്തിൽ നിശബ്ദതയുടെ മധ്യത്തിൽ സ്തോത്രം സാമുവേൽ സാമുവേൽ എന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ ഉടനടി അവൻ ഒന്നും അറിഞ്ഞുകൂടാത്തോണ്ട് ഏലിയുടെ അടുക്കലേക്ക് ചോദിച്ചു, ആരോ എന്നെ വിളിക്കുന്നു? അങ്ങനെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. പിന്നത്തെ ഏലി പുരോഹിതന് മനസ്സിലായി ദൈവം ഇവനെ വിളിക്കുകയാണ്. ഒരൊറ്റ ശബ്ദം ഇവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ശബ്ദം. ഒരൊറ്റ വാക്കുകൊണ്ട് ഇവൻ്റെ ഭാവിയെ മുഴുവനും വ്യത്യസ്തമാക്കാൻ കഴിയുന്ന ഒരു ശബ്ദമാണല്ലോ. അപ്പോൾ പറഞ്ഞു, അടുത്തിനി ആ വിളി കേൾക്കുകയാണെങ്കിൽ അടിയനിതാ സംസാരിച്ചാലും എന്ന് പറയാനായിട്ട് പറഞ്ഞു. ഒരു വാക്ക് ഒരു സാമുവേലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദൈവത്തിന്റെ നാമത്തിൽ അവന് ന്യായപാലനം നടത്തുവാൻ, അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ, അനേക രാജ്യങ്ങൾക്ക് അധിപതിയായിരിക്കുവാൻ കഴിയത്തക്ക വിധത്തിലേക്ക് ഒരു യാഥാസ്ഥിക കുടുംബത്തിലേക്ക് ജനിച്ചു വളർത്തപ്പെട്ടവനെ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന മാതാപിതാക്കൾ നല്ല മനസ്സോടെ കൊടുത്തപ്പോൾ ഒരു കാലഘട്ടം മുഴുവനും ആ ആലയത്തിനകത്ത് നിന്ന് കഷ്ടത്തിലും ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അവൻ താനിരുന്ന് സമർപ്പിച്ചേൽപ്പിച്ച് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി അവൻ കാത്തിരുന്നപ്പോൾ ദൈവം അവന് രാജ്യമറിയുന്ന, ലോകമറിയുന്ന, സമൂഹമറിയുന്ന അനേക രാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കത്തക്ക വിധത്തിലേക്ക് ദൈവം മാറ്റി മറിച്ചുവെങ്കിൽ ഒരു വാക്കിന് ഒരു മനുഷ്യനെ മാത്രമല്ല, ഒരു രാജ്യത്തെ മാത്രമല്ല, ഒരു ദേശത്തെ മാത്രമല്ല, സകലത്തെയും മാറ്റിമറിക്കുവാൻ ശക്തിയുണ്ട്, കഴിവുണ്ട്. ആ വാക്കാണ് ക്രിസ്തുവായി അവതരിച്ച് ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ പേരത്രേ ക്രിസ്തുമസ്. അതെങ്ങനെയാ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ വായിക്കുന്ന സമയത്തിൽ നമുക്ക് കാണുവാൻ കഴിയപ്പെടുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ഒന്നാമത്തെ ജനനത്തിൻ്റെ പ്രത്യേകത, വചനം മാംസമായി, വചനം മനുഷ്യനായി, വചനം ഭൂമിയിൽ ജനിച്ചു മനുഷ്യനായി. രണ്ടാമത്, ഈ ലോകത്തിൻ്റെ ദൈവം അഥവാ ഈ ജനിച്ചതായിട്ടുള്ള ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അവൻ ദൈവമാണ്, ദൈവരൂപത്തിലിരിക്കുകയാണ്, ദൈവത്തോടുള്ള സമത്വമുള്ളവനാണ്. സമത്വം സമം ദൈവത്തെ പോലെയാ, ദൈവത്തിന് സമനായിരിക്കുകയാണ്. എങ്കിലും
ആമേൻ. അതൊന്നും മുറുകെ പിടിച്ച് ഈ പിടി ഞാൻ വിടൂല, ഞാൻ ദൈവത്തിന് സമനായിരിക്കുകയാണ്, ഞാൻ ആമേൻ ദൈവരൂപത്തിലിരിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ തേജസ് അത്രത്തോളം വലുതാണ്, എൻ്റെ കഴിവ് അത്രത്തോളം വലുതാണ്, ആമേൻ ഞാൻ ദൈവത്തിന് സമനായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് യേശു കർത്താവ് അവിടെ ഇരിക്കാതെ ദാസരൂപമെടുത്തു. ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിൽ അവൻ ജനിച്ചു. അതാണ് ക്രിസ്തുമസ്. മനസ്സിലായോ? ജനിച്ചത് എവിടെയെന്നറിയാവോ? കിംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനകത്തുള്ള ഏറ്റവും വലിയ ലേബർ റൂമിലല്ല. അവൻ ദാസരൂപമെടുത്തു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നിങ്ങൾ ജനിച്ചതിനേക്കാളും, നിങ്ങളുടെ മക്കൾ ജനിച്ചതിനേക്കാളും, നിങ്ങളുടെ 3-4 തലമുറയ്ക്ക് മുമ്പുള്ള വ്യക്തികൾ ജനിച്ചതിനേക്കാളും ഒക്കെയുള്ള അനുഭവത്തിൽ യേശു കർത്താവ് ആരും ജനിക്കാത്ത വിധത്തിൽ, മറിയയ്ക്കും വലിയ പ്രൊട്ടക്ഷനൊന്നും കിട്ടിയില്ല. വഴിയമ്പലക്കാരൻ്റെ മനസ്സലിവ് കൊണ്ടാണ് ഇച്ചിരി വിശ്രമിക്കാൻ വരെ അവസരം കിട്ടിയത്. നിങ്ങളെയൊക്കെ സാഹചര്യം നോക്കുമ്പോൾ ഒരു സൈഡിൽ അമ്മാവി വീശാനുണ്ടായിരുന്നു, ഒരു സൈഡിൽ അമ്മ വീശാനുണ്ടായി, ഒരു സൈഡിൽ കൊണ്ടു കിടക്കാൻ ഭർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ തുടങ്ങി, പിന്നെ ജോലിക്ക് ഒരാൾ. അത് എത്ര പേരാ യേശുവിൻ്റെ ജനന സമയത്തിൽ പലരും കൂടെ ഉണ്ടായിരുന്നില്ല. താൻ ദാസരൂപമെടുത്തു. എന്താ? ഞാൻ ദൈവമായിരിക്കുന്നു, ഞാൻ ദൈവത്വത്തിൻ്റെ സമത്വമുള്ളവനാണ്, പക്ഷെങ്കിലും എൻ്റെ അനുയായികൾ, എന്നെ അംഗീകരിക്കുന്നവർ, ലോകത്തിലുള്ളവർ ആമീൻ എൻ്റെ പാത പിന്തുടരാൻ വേണ്ടി ഞാനത് ചെയ്യും. യേശു കർത്താവ് ദാസനായി സാധാരണ കാലിത്തൊഴുത്തിലേക്ക്, സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് അവൻ ജനിച്ചത് നാം എല്ലാവരും ധനവാന്മാരാകുവാൻ, നാം എല്ലാവരും ആമീൻ സമൃദ്ധി അനുഭവിക്കുവാൻ, നാം എല്ലാവരും സന്തോഷം അനുഭവിക്കുവാൻ, നാം എല്ലാവരും ആമീൻ ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. യേശു കർത്താവ് ഇത്രത്തോളം ആ ദാസരൂപം എടുത്തതിൻ്റെ അനുഭവത്തിൽ നമുക്ക് നോക്കുവാനായിട്ട് കഴിയപ്പെടുന്നത് കർത്താവിൻ്റെതായിട്ടുള്ള ആമേൻ ആ ഒരു എളിമത്വത്തെ അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു പോകുന്ന സമയത്തിൽ അവിടെ പൗലൂസ് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യാദികളൊക്കെ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിച്ച അനുഭവങ്ങൾ, ക്രിസ്തുവുമായിട്ട് ബന്ധത്തിലുള്ള അനേക അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കപ്പെടുമ്പോൾ ക്രിസ്തു ദാസനായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചതാണ്. മാത്രമല്ല ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു പോയിട്ട് അവരുടെ കാല് കഴുകി. പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ്. ശിഷ്യന്മാരെല്ലാവരും ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അവസാനത്തെ അത്താഴം അഥവാ തിരുമേശയോട് സാമ്യപ്പെടുത്തിയിരിക്കുന്ന പെസഹ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലേക്ക് യേശു കർത്താവ് ഒരു ടൗലെടുത്ത്, ഒരു തളികയിൽ വെള്ളമെടുത്ത് ആ ടൗലെടുത്ത് അരയിൽ കെട്ടിയിട്ട്, ദാസൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ടൗലെടുത്തൊരു കെട്ട്, അവൻ കെട്ടി ഓരോരുത്തരുടെ കാലുകളും അവൻ വെള്ളമൊഴിച്ച് കഴുകിയപ്പോൾ ആ ക്രിസ്തുവിൻ്റെതായുള്ള എളിമത്വം, അവൻ എന്തിന് ഭൂമിയിലേക്ക് 3.5 വർഷക്കാലം അത്ഭുതങ്ങളെ ചെയ്തു. 33.5 വർഷക്കാലം ഭൂമിയിൽ ശേഷം സാധാരണ മനുഷ്യനേക്കാളും താണ അനുഭവത്തിൽ വന്നു. ആ ജനനത്തെക്കുറിച്ചാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അവൻ ദാസ രൂപത്തിലേക്ക് കടന്നു വന്ന ദിവസം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് കടങ്ങുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏകജാതനെ മനുഷ്യന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ഭാഗമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഏകപുത്രനെ കൊടുക്കാൻ വൈമനസ്യം കാണിച്ചില്ല. ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തി പോലും ഏക മനുഷ്യനെ കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് തുനിയുന്ന അനുഭവമല്ല. എല്ലാവരും സ്തോത്രം സ്വന്തം മക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കും. പക്ഷേ യേശു കർത്താവ് മനുഷ്യർക്ക് വേണ്ടി കൊടുത്തപ്പോൾ ഒരു ദാസനായി ഒരു സാധാരണ കുടുംബത്തിലാണ് താൻ ജനിച്ചു വളർന്നത്. ഒരു തച്ചൻ്റെ കുടുംബത്തിലാണ്, ഒരു ആശാരി അല്ലെങ്കിൽ മരപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുക്കലാണ് ജനിച്ചത്. പക്ഷെങ്കിലും താൻ ദൈവമായിരുന്നു. ഏകപുത്രനാണ്, ഒരേ ഒരു അവകാശി, ദൈവത്തിൻ്റെ ഒരേ ഒരു അവകാശിയായിരിക്കുന്ന ക്രിസ്തുവിനെ കൊടുത്തു. പൗലൂസ് അതിനെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ. പൗലൂസിനെ ചിലർ പറഞ്ഞു അവൻ അപ്പോസ്തലനൊന്നുമല്ല. ഭയങ്കരമായിട്ട് പൗലൂസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൗലൂസ് തിരിച്ചു പറയുകയാണ്, ഞാനൊരു അപ്പോസ്തലനല്ലയോ.
നമ്മുടെ കർത്താവ് യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? അപ്പോസ്തലനല്ല, പക്ഷേ നിങ്ങൾ എൻ്റെ ഒരു പ്രവൃത്തിയുടെ ഫലമല്ലേ? ഞാൻ പ്രസംഗിക്കാതിരുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാതിരുന്നുവെങ്കിൽ, ദൈവം എന്നെ അയക്കാതിരുന്നുവെങ്കിൽ എന്നൊക്കെയുള്ള ആശയത്തിൽ പൗലൂസ് പറയുന്നു. കൊരിന്ത്യ സഭയ്ക്കകത്ത് ക്രിറ്റിസൈസിങ് വന്നപ്പോൾ, കൊരിന്ത്യ സഭയ്ക്കകത്ത് ഇവൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ, ഇവൻ്റെ ശുശ്രൂഷകളെ ചോദ്യം ചെയ്ത സമയത്തിൽ പൗലൂസ് പറയുന്ന ഭാഗമാണ്, ക്രിസ്തുദാസരൂപം എടുത്തതിൻ്റെ പിന്നാമ്പുറത്തിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. രണ്ടാം വാക്യം, മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെന്ന് വരികിലും, ചിലരുടെ കൂടി പറഞ്ഞു അവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെന്ന് വരികിലും എങ്ങനെയെങ്കിലും നിങ്ങൾക്കും ആകുന്നു കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്തിൻ്റെ മുദ്ര നിങ്ങളല്ലയോ? അപ്പോസ്തലത്തിൻ്റെ മുദ്രയെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളാണ് എൻ്റെ അപ്പോസ്തലത്തിൻ്റെ മുദ്ര. അല്ലെങ്കിൽ ഈ പ്രധാനം കേട്ടിട്ട് നിങ്ങളൊന്നും ചലിക്കത്തില്ല, ഈ പ്രാർത്ഥന വന്നിട്ട് നിങ്ങളൊന്നും ചലിക്കത്തൊന്നുമില്ല. നിങ്ങൾ ഇന്നൊരു സഭയായിട്ട് വളർന്നു വരപ്പെടുമ്പോൾ ഇതൊരു അപ്പോസ്തലത്വത്തിൻ്റെ മുദ്രയല്ലയോ? 3, എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു. എന്നെ കുറ്റം പറയുന്നവരെ കുറിച്ച് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാണ്, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ല. പുള്ളിക്കാരൻ ഒരു ചിക്കൻ പറയാൻ കണ്ട വാങ്ങിച്ചു വെച്ച് ഒരു കടയിൽ നിന്ന് കഴിച്ചു. അവിടെ ചെറിയ കടയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു വലിയ കടയിൽ കണ്ടു കയറി. സ്തോത്രം. വലിയ കടയിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് സ്തോത്രം, തനിക്ക് മാവി കൂടെ ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരുന്നു. ഞാൻ എന്നും ഈ മരിച്ചിനിയും കാന്താരി മുളകും കഴിച്ച് നടക്കണേല്ലയോ, ഇന്ന് ഇത്തിരി നല്ലതായിട്ട് അടിച്ചു പൊളിച്ച് അതെ കഴിക്കാമെന്ന് പറഞ്ഞു. വരട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഇതെല്ലാം കൂടെ വാങ്ങിച്ചു വെച്ച് ഇങ്ങനെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഒരാളങ്ങ് ഒരു സെൽഫി എടുത്തു. അതിനെടുത്ത് അങ്ങോട്ട് പിന്നെ ഗ്രൂപ്പിലും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സ്തോത്രം. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ എടുത്ത് വെച്ചു, കണ്ടാ ദൈവദാസന്മാർ കഴിക്കണം, യോമാരെ അടിച്ചു പൊളിച്ചുള്ള ജീവിതം കണ്ടോ, ആഹാ എന്നൊക്കെ പറഞ്ഞപ്പോൾ പൗലോസ് തിരിച്ചു വന്നിട്ട് പറയണേ, എന്താ നമുക്ക് കഴിച്ചൂടെ? ക്രിസ്തു പട്ടിണി കിടന്നത്, അല്ലെങ്കിൽ ക്രിസ്തു ഏറ്റവും ദാസനായത് തൻ്റെ ഭക്തന്മാർ നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായ കൃപ മറക്കാതിരുന്നാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. നല്ല 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 ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല വാഹനത്തിലോടുമ്പോൾ, നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ മറന്നു പോകാതിരുന്നാൽ മാത്രം മതി. എൻ്റെ കർത്താവ്, ഞാൻ സമ്പന്നനാകാൻ വേണ്ടിയിട്ട് എൻ്റെ കർത്താവ് ദരിദ്രനായി തീർന്നു. ഇതെനിക്ക് അവകാശമാക്കി കിട്ടിയത് പുൽത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ ഏറ്റവും ഹീനനായിട്ട് അവൻ ജനിച്ചത് ഞാനും നിങ്ങളും നല്ലതാകാൻ വേണ്ടിയിട്ടാ. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല ഡ്രസ്സ് ഇടുമ്പോൾ, നല്ല വാഹനം ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല 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 വീട്ടിൽ താമസിക്കുമ്പോൾ, കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ നീ പറയണ, എൻ്റെ കർത്താവ് ദരിദ്രനായി പിറന്നത് കൊണ്ടാണ്, എൻ്റെ കർത്താവ് പുൽത്തൊഴുത്തിൽ പിറന്നുകൊണ്ടാണ് ഞാൻ ഈ നന്മ മുഴുവൻ അനുഭവിക്കുന്നത്. ഞാൻ ഈ നന്മ അനുഭവിക്കാനാണ് യേശു കർത്താവ് ദരിദ്രനായി തീർന്നത്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്ന് വളവ്. മാനവരാശിക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ ഭക്തന്മാരുടെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന ദൈവം. നമ്മുടെയൊക്കെ എല്ലാ കാലഘട്ടവും നമുക്ക് ദാരിദ്ര്യ ദുഃഖവും പരിശോധനയൊക്കെ വരും. പക്ഷേങ്കിലും എല്ലാ കാലഘട്ടത്തിലും നമ്മളെ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും ഭാരത്തിലൂടെയും നടത്തിവിടാനല്ല. അടുത്ത് വീണ്ടും ക്രിട്ടിസൈസിംഗ് കൊണ്ട് 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഭാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? എനിക്കൊന്ന് കുടുംബസമേതം ഒരു ടൂർ പോവുകയാണ്. കുടുംബസമേതം പോയപ്പോൾ അവിടെ നേമാരെ കണ്ടിട്ട് അവർ വീണ്ടും സെൽഫി എടുത്തു. സെൽഫിയല്ല, സ്തോത്രം, ഫോട്ടോ എടുത്ത് അടുത്തൊരു യൂട്യൂബിലിട്ട് കണ്ട ഇവരെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കിടക്കുകയാണ് എന്നുള്ളത്. പുള്ളിക്കാരൻ തിരിച്ച് പള്ളിയിൽ വന്നിട്ട് പറയുകയാണ്, എന്തേ നമുക്ക് കുടുംബജീവിതം വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച്. സ്തോത്രം. ക്രിസ്തു ദരിദ്രനായി പിറന്നുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ദൈവം മാനിക്കും.
നിങ്ങളുടെ കുടുംബജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് കുടുംബമായിട്ട് സന്തോഷത്തോടു കൂടി താമസിക്കുവാനുള്ള ഒരു വലിയ ദൈവകൃപ നിങ്ങൾക്ക് തരുന്നു എന്നാണ് അതിനർത്ഥം പറയപ്പെടുന്നത്. 5-ാം വാക്യം, ശേഷം അപ്പോസ്തലന്മാർ കർത്താവിന്റെ സഹോദരന്മാരും സ്തോത്രം 6-ാമത്തെ വാക്യത്തിലേക്ക് എഴുതിയിരിക്കുന്നു. 6-ാം വാക്യം ഇങ്ങനെ ഇരിക്കുന്നു: അല്ല, വേല ചെയ്യുവാൻ എനിക്ക് ബർന്നബാസ് മാത്രം അധികാരമില്ലയോ? വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 24 മണിക്കൂർ ജോലി ചെയ്യണം, വേറെ ആർക്കും ജോലി, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാണോ ഈ ജോലി ചെയ്യണം? ഇല്ല. അവിടെ ഒരല്പം വിശ്രമത്തെക്കുറിച്ചും അല്പം ഒരു ചേഞ്ചിനെ കുറിച്ചുമൊക്കെ പൗലൂസ് പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവം ചിലയിടത്തിൽ നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ദൈവം നിങ്ങൾക്ക് നൽകപ്പെടുന്നതോടൊപ്പം തന്നെ ദൈവം പല നന്മകളും അല്ലാണ്ട് അധികമായി തരപ്പെടുമ്പോഴും സ്വർഗത്തിലെ കർത്താവ് കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഹീനനായിട്ടൊരു ദാസരൂപം എടുത്തത് കൊണ്ടാണ് നിങ്ങൾ പലതും ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നു എന്നുള്ളത്. 7-ാം വാക്യം, സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാല് കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ? ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവം കാളയ്ക്ക് വേണ്ടി ചിന്തിച്ചത് അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നത്. അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടും എന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയത്രേ. ഇത് കാളയ്ക്കും കുതിരയ്ക്കും വേണ്ടിയിട്ടൊന്നുമല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? സ്വന്തം ചെലവിൽ യുദ്ധ സേവ ചെയ്യുന്നവനാർ. യുദ്ധം ചെയ്യണമെങ്കിൽ രാജ്യം കരം കൊടുക്കും. രാജ്യത്തിലെ ജനങ്ങളുടെ ഇന്ന് ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ച് നോക്കുന്ന സമയത്തിലും നമ്മുടെ വരുമാനത്തിന്റെ 3/4 ഭാഗവും യുദ്ധത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. ഇതാരുടെ കാശ്? സാധാരണക്കാരൻ അധ്വാനിച്ചു കൊടുക്കുന്ന ടാക്സിന്റെ നല്ലൊരു ഭാഗമെടുത്ത് അവർ യുദ്ധത്തിന് വേണ്ടി, ആരും സ്വന്തം ചെലവിൽ രാജ്യം മന്ത്രി യുദ്ധത്തിൽ ചെയ്യുന്നു എന്ന് ചൊല്ലുന്നു, സ്വന്തം ചെലവിൽ ചെയ്യത്തില്ല. സുവിശേഷ വേലക്കാരൻ, സുവിശേഷത്തിലായിരിക്കുന്നവൻ സ്വന്തം ചെലവിലല്ല ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ദൈവം ഒരു വലിയ കൂട്ടത്തെ വേർതിരിച്ചു വച്ചിട്ടുണ്ട് എന്ന പകൽ സമയം ഞാൻ പറയട്ടെ. മന്ന ടെലിവിഷൻ ഓടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, വടക്കേ ഇന്ത്യൻ പ്രവർത്തനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, മറ്റൊരു ഭാഗത്തിൽ കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് സകലവും ഭക്ഷണ ക്രമീകരണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് പ്രാർത്ഥനക്കാരൻ്റെതായിട്ടുള്ള വീട്ടിൽ നിന്ന് അവൻ കൊണ്ടുവരണമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ആമീൻ. ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന നന്മ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുവാനായിട്ട് ദൈവം വെച്ചിരിക്കപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് ഇതൊന്നും അനുഭവിച്ചില്ല. അവൻ നമുക്ക് സമൃദ്ധിക്ക് വേണ്ടിയിട്ട് അവൻ കാലിത്തൊഴുത്തിൽ പൂജാതനായിട്ട് തീർന്ന അനുഭവം. മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാത്തവനാർ? ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രാമല്ല. അപ്പോൾ ഇങ്ങനെ പറയപ്പെടുമ്പോൾ ക്രിസ്തു നമ്മുടേതായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി 13-ാം വാക്യം എഴുതിക്കുന്നു: ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവൻ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും, യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകൾ ഓഹരിക്കാരാകുന്നു എന്നും നിങ്ങൾ അറിയുന്നല്ലോ. അതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നു, സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം. എന്തിനാ? സുവിശേഷത്തിൽ അവൻ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷത്തിൽ അവൻ ആശ്രയം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷത്തിൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ മറ്റു പല കാര്യാദികളും ശ്രദ്ധിക്കാതെ അവൻ സുവിശേഷത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ കാലിത്തൊഴുത്തിൽ ജനിച്ചവനായിരിക്കുന്ന കർത്താവ് ആ സുവിശേഷ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ദൈവം കൊടുക്കും. അതൊരു മുന്തിരിത്തോട്ടമായി, അതൊരാട്ടിൻകൂട്ടമായി ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പിന്നിലൊന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും സകലത്തെയും സ്വർഗത്തിലെ കർത്താവ് നൽകി വർദ്ധിപ്പിക്കുകയും മാനിക്കുകയും ചെയ്തെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനം കാലിത്തൊഴുത്തിൽ ദാസരൂപം. എന്തിനാ? നിങ്ങളൊക്കെ മുതലാളിമാരാകാൻ വേണ്ടിയിട്ടാണ്. മാനവരാശി അവനെ വിശ്വസിക്കുന്നവർ സമൃദ്ധി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും നന്മ അനുഭവിക്കാൻ വേണ്ടിയിട്ട് യേശു എല്ലാം ഏറ്റവും താഴേക്കിടയിലേക്ക് വന്നു. മറുഭാഗത്തിൽ വചനം ജഡമായി തീർന്നു എന്നുള്ളത് ക്രിസ്തുദാസ രൂപം എടുത്തുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പിന്നിൽ അതേ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് എങ്കിൽ ആ ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.